തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊന്നത് കഴുത്ത് ഞെരിച്ചെന്ന നിഗമനം. രേഖയുടെയും അമ്മ മണിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പ്രതി പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി എസ് ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, പ്രതി എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചു? ഈ കൊലപാതകം എങ്ങനെ നടന്നു എന്നതിൽ വ്യക്തത വന്നു? കൊലപാതകം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക വിവരം അതിങ്ങനെയാണ്. കഴുത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അതായത് കഴുത്ത് ഇറുക്കി കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിക്കാണ് അത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നു എന്ന പ്രാഥമിക നിഗമനമാണ്. അതിൽ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മൃതദേഹത്തിന് ഏറെ പഴക്കമുണ്ട്. അതായത് ഏകദേശം 2 ദിവസത്തോളം പഴക്കമുണ്ട്, അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ, അതായത് പ്രാഥമിക പരിശോധനയിൽ ഇൻക്വസ്റ്റിൽ ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ആദ്യം ഉറപ്പിക്കാനായുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ മൃതദേഹത്തിൻ്റെ തൊട്ടരികിൽ നിന്നും ഈ കൊല്ലപ്പെട്ട രേഖ കൊല ചെയ്യപ്പെടേണ്ടവൾ തന്നെയാണ്, മരിക്കേണ്ടവൾ തന്നെയാണ്, അത്തരത്തിൽ ഈ വിവാഹ തട്ടിപ്പുകാരിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുറിപ്പ് അവിടെ നിന്ന് കിട്ടിയ. അതാണ് മുൻ ഭർത്താവിലേക്ക്, അതായത് ഈ രേഖയുടെ ഭർത്താവിലേക്ക് ഈ അന്വേഷണം എത്തിയത്. അങ്ങനെ രേഖയുടെ ഭർത്താവിലേക്ക് ഈ അന്വേഷണം എത്തുന്നു. രേഖയുടെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ മുൻപൊരു കൊലപാതക കേസിൽ പ്രതിയാണ്, അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ എന്തായാലും പോലീസിന് ലഭിക്കുന്നത്. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള, അതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇയാളെ ബന്ധപ്പെടാനായി വീട്ടുകാർ ഈ ഒരു മരണം സംഭവിച്ച ഉടനെ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല. പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുന്നതും അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പൂർത്തിയാക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത് കഴുത്ത് ഞെരിച്ചാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയത്. 2 പേരെയും, അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയത് ഈ കഴുത്ത് ഞെരിച്ചാണ് എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്.